ഇന്നത്തെ സമൂഹത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ആ രണ്ടുപേരുടെ ലൈഫ് മാത്രമല്ല, ആ കൊച്ചിൻ്റെ ലൈഫും കൂടെ ബാധിക്കപ്പെടുന്നു. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ പിള്ളേരുള്ള ഡൈവേഴ്സ് റേറ്റ്സ് കൂടുമ്പോൾ അതൊരു ഭയങ്കര പെയിൻഫുൾ സാധനം തന്നെയാണ്. എത്രത്തോളം ഇവരുടെ വക്കീല് സമൂഹത്തിലെ വക്കീൽമാരെ പിന്നെ ഫോൾസ് കേസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അത് ഇതുപോലെ പുരുഷന്മാരെ മാത്രം ഇത് ചെയ്യുന്നു, സ്ത്രീകൾ ചൂടുകയാണ്, അങ്ങനത്തെ പോലെ ഡയലോഗ്സ് ഉണ്ട്. അപ്പൊ അത് എത്രത്തോളം ഈ വക്കീൽമാരെ എത്രത്തോളം ഇത് എഫക്ട് ചെയ്യുന്നു? അതെ, ഈ വക്കീലന്മാര് കേസ് ഏറ്റെടുക്കുമ്പോ അവസാനം വരെ ഫൈറ്റ് ചെയ്യും. ഇപ്പൊ വാദിക്ക് വേണ്ടിയാണെങ്കിൽ വാദിക്ക് വേണ്ടി മാക്സിമം ഫൈറ്റ് ചെയ്യും, പ്രോസിക്യൂഷൻ ആണെങ്കിൽ പ്രോസിക്യൂഷന് വേണ്ടി വാദിക്കും, പ്രതിക്ക് വേണ്ടിയാണെങ്കിൽ പ്രതിക്ക് വേണ്ടി വാദിക്കും. പക്ഷെ ഈ വാദിക്കുമ്പോഴും ഇവരുടെ മനസ്സിൽ മനുഷ്യത്വം എന്നൊരു കാര്യം ഉണ്ടാവുമല്ലോ. അത് പിന്നെ അതൊരു സർപ്രൈസ് എലിമെന്റ് ആണ്. അതുകൊണ്ട് കൂടുതൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല. എന്നാൽ പോലും ഈ വിശ്വനാഥൻ എന്ന് പറയുന്ന ക്യാരക്ടർ അയാളെ ഏൽപ്പിച്ച കാര്യം അയാൾ നന്നായിട്ട് വാദിക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ട് സിനിമ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ആ റിസൾട്ട് എന്തുകൊണ്ട് അങ്ങനെയാവുന്നു. അവിടെ ചില ട്വിസ്റ്റുകളുണ്ട്, അവിടെ മാനുഷിക വശങ്ങൾ അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു അഡ്വക്കേറ്റിന്റെ സത്യസന്ധത ചില സ്ഥലങ്ങളിൽ കാണാം. ചില ഒരു പോയിന്റിൽ അയാൾ തുറന്ന് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. അതെന്താണെന്ന് ഇപ്പോൾ റിവീൽ ചെയ്യുന്നത് അത് ശരിയല്ല. ഈ ക്യാരക്ടറിന് സാധാരണഗതിയിൽ ഒരു അഡ്വക്കേറ്റിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ട്വിസ്റ്റുകൾ ഈ റോളിൽ എനിക്ക് സേതു തന്നിട്ടുണ്ട്. അതില് വലിയ സന്തോഷമുണ്ട്. വിശ്വനാഥൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന് ആ ട്വിസ്റ്റ് ഒരു ക്യാരക്ടറൈസേഷനിലും അതിന്റെ പെർഫോമൻസിലും ഒക്കെ തന്നെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ജഗദീഷ് ചേട്ടാ, നമ്മളിപ്പം ജീവിക്കുന്ന സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഡിവോഴ്സിനൊക്കെ A4 ഷീറ്റിന് വില പോലും ഇല്ല. A4 ഷീറ്റ് പേപ്പറിന് ഒരു വില പോലും കിട്ടുന്നില്ല. ഒന്ന് പറഞ്ഞ് രണ്ടിന് ഡിവോഴ്സ് എന്നുള്ളൊരു മെന്റാലിറ്റിയൊക്കെ ആളുകൾ അതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു അങ്ങനെ ഒന്ന് പറഞ്ഞ ഡിവോഴ്സ് ആണ് ഒരാളുടെ സ്വത്തിന് ഇത്ര ഭാഗം കിട്ടിയിരിക്കണം, എന്തോ ഒരു അവകാശം പോലെയാണിത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിയമത്തിന് ഇങ്ങനെയുള്ള ലൂപ്പ് ഹോൾസ് ഉള്ളത് എന്താ പറയുക, നമുക്ക് ഒരു ചൂഷണം പോലെ തന്നെ. നമുക്കിപ്പോൾ ഒരാളെ നമുക്ക് അറിഞ്ഞെന്താ സ്നേഹിച്ചെന്ന് വിവാഹം കഴിക്കാൻ പോലും ഇപ്പം 10 തവണ ആലോചിക്കേണ്ട ഒരു അവസ്ഥയാണ്. അല്ല, ശരിയാണ്, വളരെ ശരിയാണ്. നിയമത്തിന്റെ ഒരുപാട് പഴുതുകളുണ്ട്, ലൂപ്പ് ഹോൾസ് ഉണ്ട്. അത് അടയ്ക്കുക തന്നെ വേണം. അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഈ പറയുന്ന പോലെ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ചില പിടിവാശികൾ, അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ ഭാര്യ ഭർത്താവിന്റെ അടിമയാകണ്ട, ഒരിക്കലും ഞാൻ പറയില്ല, തുല്യസ്ഥാനം വേണം. പക്ഷേ ഭർത്താവ് പറയുന്ന ചില കാര്യങ്ങളിൽ, ഇപ്പൊ ജോലി സ്ഥലത്ത് ഇപ്പൊ രണ്ടുപേർക്ക് 2 സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ബാംഗ്ലൂരും ഒരാൾക്ക് ചെന്നൈയിലും, എനിക്കറിയാവുന്ന ഒരു കേസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പൊ ഭാര്യ പറഞ്ഞു ഭർത്താവിനോട് നിങ്ങൾ ബാംഗ്ലൂർ വരണം ട്രാൻസ്ഫർ വാങ്ങിച്ച്, ഭർത്താവ് പറഞ്ഞു നീ ട്രാൻസ്ഫർ വാങ്ങിച്ച് ചെന്നൈയിൽ വരണം. ഒരു ഡിവോഴ്സായി. പക്ഷെ അതൊരു കോംപ്രമൈസ് ആകാവുന്ന കാര്യമാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്. അപ്പൊ ഞാൻ ഇടപെടുമ്പോൾ രണ്ടുപേരും കോംപ്രമൈസിന് തയ്യാറല്ല. അപ്പൊ ഒരു സിറ്റിയാണോ ദാമ്പത്യത്തിനേക്കാളും വലുത്? ചെന്നൈ ബാംഗ്ലൂർ എന്നുള്ള ഒരു കമ്പാരിസൺ ആണോ ഒരു ദാമ്പത്യ ജീവിതത്തിനേക്കാൾ വലുത്? എത്രയോ വർഷം ഒരുമിച്ച് കഴിയേണ്ടതാണ്. ഈ ഭാര്യയ്ക്കും ചിന്തിക്കാവുന്നേ ഉള്ളൂ, ബാംഗ്ലൂരിന് ഇതേ സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാവണമെന്നില്ല. ഭർത്താവിനും ചിന്തിക്കാം, ചെന്നൈയിൽ ഇപ്പൊ കണ്ടെത്തുന്ന സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാകണമെന്നില്ല. അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരവരുടെ ടേസ്റ്റ്, വളർന്ന സാഹചര്യമുണ്ട്, ജീവിച്ച സാഹചര്യമുണ്ട്. അത് ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും അത് ഭർത്താവിന്റെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. ഭർത്താവും അതേപോലെ ഭാര്യയുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. അൾട്ടിമേറ്റ് ആയിട്ട് മനസ്സുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലുള്ളത് എന്താണ് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ പല ഡിവോഴ്സുകളും ഒഴിവാക്കാം. പിന്നെ കാശിനോടുള്ള അമിതമായിട്ടുള്ള ഒരു സ്നേഹം, അത് ഭാര്യയ്ക്കായിരുന്നാലും ഭർത്താവിനായിരുന്നാലും, സ്ത്രീധനത്തിന്റെ പ്രശ്നമൊക്കെ ഇപ്പോഴും ഡൗറി ഒക്കെ കുറ്റകരമാണെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് വേറെ രീതിയിൽ ഗിഫ്റ്റായിട്ടും സന്തോഷമായിട്ടും കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആ സമ്പ്രദായം 100% തുടച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോ നിയമത്തിന്റെ ഈ ലൂപ്പ് ഹോൾസ് ഒരു വശത്ത്, മറുവശത്ത് നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് കുറച്ച് കോൺഫിഡൻസ് ഇരു വിഭാഗത്തിനും കിട്ടുമ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല, ഒരു ദിവസം തന്നെ ഈ ബന്ധമൊക്കെ നമുക്ക് വലിച്ചെറിയാം എന്ന് തോന്നുന്ന അതിനൊരു സാങ്ക്ടിറ്റി, അതിനൊരു പവിത്രത ഈ ദാമ്പത്യത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും അല്ല കേട്ടോ, ഇപ്പോഴും അത് വളരെ ഒരു പവിത്രമായിട്ടുള്ള ഒരു ബന്ധമാണ് ദാമ്പത്യ ജീവിതം എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒരു മൈനോറിറ്റി ഉണ്ട്. ആ മൈനോറിറ്റി അത് കൂടാതിരിക്കാൻ ഇത്തരം സിനിമകളിലെ ചിന്തകളിലൂടെ കഴിയട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന.
അതിങ്ങനെ വർദ്ധിക്കാതിരിക്കട്ടെ. ഡിവോഴ്സുകളൊക്കെ കുറയാൻ, അന്യായമായ കാരണങ്ങൾ പറഞ്ഞ് ഭർത്താവിനെയോ ഭാര്യയോ ക്രൂശിക്കുന്നത് കുറയാൻ ഈ സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇപ്പം കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല സിനിമ, മോശം സിനിമ, ആവറേജ് സിനിമ, കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ എന്നൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആളുകൾ പറഞ്ഞാൽ 100 കോടിയുടെ സിനിമ, 150 കോടിയുടെ സിനിമ, ഇത്ര ബഡ്ജറ്റ് കിട്ടിയ സിനിമ, ഇന്ന ആക്ടർ ഇത്ര കോടി മുടക്കിയ സിനിമ. ഒരു സിനിമ എന്ന ഒരു കല അല്ലെങ്കിൽ ഒരു കണ്ടിരിക്കാൻ ആ ഒരു ആസ്വാദന എപ്പോഴും നഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ സിനിമയ്ക്ക്? ഇല്ല, അത് അങ്ങനെ വരുന്നത് കൂടുതലും നമ്മൾ ചില ടൈപ്പ് ഓഫ് മൂവീസ് ഉണ്ട്. അത് സൂപ്പർ സ്റ്റാർസിനോ അല്ലെങ്കിൽ അത്രയും വാല്യൂ ഉള്ള സ്റ്റാർസിനോ ഒക്കെ ഉള്ള അവരുടെ ചില ടൈപ്പ് ഓഫ് മൂവീസ്. അതും ഈ സൂപ്പർ സ്റ്റാർസിന്റെ എല്ലാ മൂവീസും അല്ല. ഇപ്പൊ നമ്മള് മമ്മൂക്കയുടെ കാതൽ നല്ല പടമാണ്, അത് എത്ര കോടി ക്ലബിൽ കയറിയെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. നല്ല ചിത്രത്തിന്റെ പട്ടികയിലാണ് നമ്മൾ പെടുത്തുന്നത്. അതേപോലെ തന്നെ ആഭ്യന്തര കുറ്റവാളി എത്ര കോടി ക്ലബിലെന്ന് ആരും ചർച്ച ചെയ്യില്ല. ഉറപ്പാണ്, എത്ര കിട്ടിയാലും സന്തോഷമാണ് നിസാമിന്. വേറെ ഒരു കോടി ക്ലബിലേക്ക് കടക്കുന്നില്ല. ചിലപ്പോ ആസിഫ് പറഞ്ഞ പോലെ ലാർജർ ദാൻ ലൈഫ് ഇമേജ് എന്ന് പറയുന്ന ആസിഫ് അഭിനയിക്കാൻ പോകുന്ന പടത്തിനെ കുറിച്ച് ചിലപ്പോ എത്ര കോടി ക്ലബില്, അപ്പൊ പ്രതീക്ഷയാണ് ഞാൻ പറയുന്നത്. അത് കുറച്ചൊരു വലിയ പടമായിട്ട് ക്യാൻവാസിൽ വരുമ്പോൾ അത് ചിലപ്പോൾ അതർ ലാംഗ്വേജസ്, അങ്ങനെയൊക്കെ ഈ കോടി ക്ലബ് എന്ന് പറയുമ്പോൾ അതർ ലാംഗ്വേജസിൽ പോകാൻ സാധ്യതയുണ്ട്, അതർ സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ ഗൾഫിലും ഒക്കെ തന്നെ. അങ്ങനെ ലാർജർ ദാൻ ലൈഫ് എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില കഥകളുണ്ട്. ഈ ആഭ്യന്തര കുറ്റവാളി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ കണ്ടീഷൻസിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഹിന്ദിയിൽ പോലും ചിലപ്പോൾ ഇത് എടുക്കാൻ നേരത്തെ വേറെ രീതിയിൽ കുറച്ച് സ്റ്റോറി ഒന്ന് മാറ്റേണ്ടി വരും. ഇവിടുത്തെ കേരളത്തിന്റെ അന്തരീക്ഷത്തിലുള്ള കാര്യമായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്ര കോടി ക്ലബ് എന്നുള്ള ഒരു മുൻവിധി നമുക്കുണ്ടാകില്ല. നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ ചില ചിത്രങ്ങളാണ് എത്ര കോടി ക്ലബിൽ കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോ ആസിഫ് അലി എന്ന നടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം, സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ചിലപ്പോൾ എത്തുമായിരിക്കും. പക്ഷെ ഇന്ന് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം അദ്ദേഹത്തിന് താല്പര്യമില്ല, നമുക്ക് ചേർത്താനും താല്പര്യമില്ല. അദ്ദേഹം സൂപ്പർ ആക്ടർ എന്ന് വിശേഷിപ്പിക്കാനാണ് നമുക്ക് താല്പര്യം. ഡയറക്ടർ സാർ, ഇപ്പം കണ്ടന്റ് പ്ലസ് ആസിഫ് അലി മിനിമം ഗ്യാരണ്ടി, ആ ഒരു ഫോർമുല തന്നെ ആയിരുന്നു തുടക്കം മുതൽ മനസ്സിലുണ്ടായിരുന്നു? ആസിഫ് അലി തന്നെ ആയിരുന്നു മനസ്സിൽ? അല്ല, അത് ഞാൻ ആസിഫ് ബ്രോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കഥയുടെ തിരക്കഥ എഴുതുന്ന സമയത്ത് ഞാൻ സ്ലീവാച്ചനായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ആസിഫ് ബ്രോയുടെ എക്സൈറ്റ് ചെയ്യിച്ച ക്യാരക്ടർ. ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്ന ആ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് ഉറപ്പായിട്ട് മനസ്സിൽ. പിന്നെ കഥ പറയുക, ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, അതോടെ സെറ്റായിരുന്നു. കഥ മുന്നോട്ട് കൊണ്ട് അല്ലെ, സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴത്തേക്കും ഇത് ഇങ്ങനെ വന്നാൽ നല്ല രീതിയിൽ വന്നാൽ കൈവരി കിട്ടാമായിരിക്കുന്ന സീനായിരിക്കും എന്ന് വിചാരിച്ചായിരുന്നു. അതെ 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 അതെ. അല്ല, അതില് ഈ പറയുന്ന നമ്മൾ പലപ്പോഴും പറയാതെ വിട്ടുപോകുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അത് വർക്കായതുകൊണ്ടാണ് കൈലി കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ രണ്ട് ക്യാരക്ടേഴ്സ് സംസാരിക്കുന്ന വിഷയത്തിനാണ് കൈലി കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ആരായാലും ഈ പറയുന്ന പോലെ ഡിമാൻഡ്സ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് ഈ പറയുന്ന വിഷയത്തിനാണ് കൈലി കിട്ടിയത്. അത് സന്തോഷമുണ്ട്. ആ സീൻ വർക്കാവുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്, പക്ഷെ അത് വർക്കായാലും ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ രണ്ടുപേരെ കാണുമ്പോഴേ സഹോദരങ്ങളായിട്ട് തോന്നുന്നുണ്ട് സിനിമയില്. അപ്പൊ അങ്ങനെ ആരെങ്കിലും പറഞ്ഞായിരുന്നു? ഞങ്ങൾ സഹോദരങ്ങളാണ് അല്ലേ? ആണ്. ഞങ്ങളിപ്പോ അത് ഒഴിവാക്കി. ഈ അഡ്വക്കേറ്റുകളൊക്കെ ഒത്തിരി